വെൽക്കം ഓൾ. പയനിയറിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന് സിലബസിനെ പറ്റിയിട്ടാണ്. അപ്പം റീസെൻ്റ് ആയിട്ട് നമുക്ക് ട്രേഡ്സ്മാൻ്റെ പല മേഖലകളിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, ടേണർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ സിലബസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ട്രേഡ്സ്മാൻ്റെ എക്സാം സാധാരണ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. ഏറ്റവും അവസാനം ആയിട്ട് കോഴിക്കോടും വയനാടും ഒക്കെ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമാണ് PSC ഇനി ട്രേഡ്സ്മാന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ട്രേഡ്സ്മാൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ സിലബസ് മെയിൻലി കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ട്രിക്ട് വൈസിൽ നടത്തിയ എക്സാമിൻ്റെ സിലബസിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ഓഫ് പോസ്റ്റ് ഓഫ് ട്രേഡ്സ്മാൻ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഈ മോഡ്യൂൾസ് ആയിട്ടാണ് ഈ സിലബസ് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് 20 മാർക്ക് വെയിറ്റേജ് ഉള്ളൊരു മോഡ്യൂളാണ്. ബേസിക്സ് ഓഫ് AC, DC ആൻഡ് AC DC മെഷർമെൻറ്റ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമാൻഡ്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രോണിക്സിന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അടുത്തത് 22 മാർക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആൻഡ് കോമ്പോണൻസ് എന്നുള്ള മോഡ്യൂളാണ് അടുത്തതായിട്ട് വരുന്നത്. അങ്ങനെ തന്നെ നമുക്കിപ്പോൾ തന്നെ അറിയാം 42 മാർക്കായി. ഇതിന് അടുത്ത് വരുന്നത് ആംപ്ലിഫയർ ഓസിലേറ്റേഴ്സ് 8 മാർക്കായി. 50 മാർക്ക് 3 മോഡ്യൂളിൽ നിന്നാണ് മെയിനായിട്ടും ഈ എക്സാമിന് ഉണ്ടാവുക. ബേസിക് ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ 50 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അടുത്തതായിട്ട് വരുന്ന മോഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിന് 15 മാർക്സ് ആണ് വെയിറ്റേജ് കൊടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കൂടെ തന്നെ ഒരു ചെറിയ രീതിയിൽ മോഡ്യൂൾ 5 എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന 5 മാർക്കിൻ്റെ ഒരു മോഡ്യൂളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 6th മോഡ്യൂള് നമ്മുടെ മെഷർമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിന് 5 മാർക്ക് വെയിറ്റേജ് നൽകിയിട്ടുണ്ട്. അടുത്ത വരുന്ന വലിയ ഒരു മാർക്കുള്ള ഒരു മോഡ്യൂളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ്. 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട് മോഡ്യൂൾ 7. ഓക്കെ, അപ്പം ഈ മോഡ്യൂള് 15 മാർക്കായി. ദെൻ അടുത്ത വരുന്ന മോഡ്യൂള് നമ്മുടെ 5 മാർക്കിൻ്റെ മൈക്രോ കൺട്രോളറാണ്. മൈക്രോ പ്രോസസ്സേഴ്സ് നമുക്കിനകത്തില്ല, മൈക്രോ കൺട്രോളറാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്ക് അതിനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആദ്യത്തെ 3 മോഡ്യൂളിൽ 50 മാർക്കാണ്. അടുത്ത ഈ 2 മോഡ്യൂൾ, അതായത് മൈക്രോ കൺട്രോളർ, കമ്പ്യൂട്ടർ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ചേർന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം 25 മാർക്ക് കിട്ടും. ഓക്കെ, അതായത് ഈ മോഡ്യൂളിൽ നിങ്ങൾക്ക് 15 മാർക്കുണ്ട്. ദെൻ 5 മാർക്കിന് കമ്പ്യൂട്ടർ ഉണ്ട്, 20 മാർക്കായി. ദെൻ ഈ മൈക്രോ കൺട്രോളർ ചേർന്നിട്ട് 25 മാർക്ക്. അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അനലോഗ് ഇലക്ട്രോണിക്സും പഠിച്ചാൽ തന്നെ 75 മാർക്കായി. ഓക്കെ, അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസിക്സ്, കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ മൈക്രോകളും ചേർന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 75 മാർക്കാണ് വരുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും, 85 മാർക്ക്. ദെൻ അടുത്തത് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് 5 മാർക്കുണ്ട്. സെൻസർ, ട്രാൻസ്ഡ്യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു മോഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 5 മാർക്ക്. പിന്നെ SMPS, ഇൻവെർട്ടർ, UPS, സോളാർ, റിന്യൂവബിൾ എനർജി സോഴ്സിനെ പറ്റിയിട്ട് 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കും. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് ഏരിയ സാധാരണ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള പരീക്ഷ വരുമ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ഭാഗങ്ങൾക്ക് വെയിറ്റേജ് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ എക്സാമിനേഷന്, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാമിനേഷന് കൂടുതലും ഇലക്ട്രോണിക്സ് ടോപ്പിക്കുകളാണ് വെയിറ്റേജ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ച് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യും. ഇതാണ് ഈ 10 മോഡ്യൂളുകളിലായിട്ടാണ് നമ്മൾക്ക് സിലബസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആകെ 100 മാർക്കുണ്ട്. അപ്പോൾ ഇന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ മോഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്നത് ബേസിക് ഇലക്ട്രോണിക്സ്, അതായത് ബേസിക്സ് ഓഫ് AC പാസീവ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ് 20 മാർക്ക്. ദെൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് 22 മാർക്ക്. മോഡ്യൂൾ 3 ഓസിലേറ്റർ ആംപ്ലിഫയർ 8 മാർക്ക്. ഇതാണ് നമ്മുടെ 50 മാർക്ക് വരുന്ന ഏരിയ. 50 മാർക്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ചേർന്നിട്ട് നിങ്ങൾക്ക് 20 മാർക്ക് വരും. ഇതിൻ്റെ കൂടി ചേരുമ്പോഴത്തേക്ക് 25 മാർക്സ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ തന്നെ 75 മാർക്കായി. 10 മാർക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ദെൻ ബാക്കി വരുന്ന ചെറിയ ടോപ്പിക്സുകളായ ഇൻസ്ട്രുമെൻറ്റേഷനും ഇലക്ട്രിക്കലിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സസുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മോഡ്യൂളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞ 20 മാർക്സിന് വരുന്ന മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ആദ്യത്തെ ബേസിക് ടേംസുകളാണ്. എന്താണ് ചാർജ്, പൊട്ടൻഷ്യൽ, വോൾട്ടേജ്, റെസിസ്റ്റൻസ് സീരീസ് എന്ന കാര്യങ്ങളും പിന്നെ നമ്മളുടെ AC ഫണ്ടമെന്റൽസുമാണ്. അതിനകത്ത് നമ്മൾക്ക് ഈ മോഡ്യൂളിനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 5 ഏരിയകളായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഒരു 4 ചോദ്യങ്ങൾ വീതം പ്രതീക്ഷിക്കാം. അപ്പോൾ 5 × 4 20 മാർക്ക്. ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല, എങ്കിലും നമുക്ക് 5 × 4 എന്ന രീതിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സാധിക്കും. ഈ ബേസിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വളരെ ബേസിക് ആണ് ആദ്യത്തെ ഭാഗം. പിന്നെ നമുക്കറിയാം സെമി കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്റർ കണ്ടക്ടേഴ്സിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ഇലക്ട്രിക്കൽ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രഡക്ഷൻ ടു ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് MC, MI ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആദ്യത്തെ മോഡുള്ള ഭാഗമാണ്. 20 മാർക്ക്. ഇലക്ട്രിക്കലിലെ കുറച്ച് ഏരിയകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ പല പവേഴ്സിനെ പറ്റിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഈ മോഡ്യൂളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻലി കാണാൻ സാധിക്കുന്നത് ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടേംസും അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ ഡിഫിനിഷൻസും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് യൂണിറ്റ്സ്, ഡെഫിനിഷൻസ്, ഇക്വേഷൻസ്, മെറ്റീരിയൽസ് എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ വരുന്നത്. മെഷർമെൻറ്റ്സിൻ്റെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ എക്സാമിനേഷനിൽ സിലബസ് അതേപോലെ തന്നെ കൃത്യമായിട്ട് ചോദ്യങ്ങളുടെ വെയിറ്റേജ് കൃത്യമായിരുന്നു. ഡിസ്ട്രിക്ട് വൈസ് എന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് PSC ഫോളോ ചെയ്തിട്ടാണ് എക്സാം നടത്തിയിരുന്നത്. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ 3-4 ചോദ്യങ്ങളൊക്കെ ഈ ഏരിയ തന്നെ ചോദിച്ചിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ എക്സാമിനേഷന് ഈ ഏരിയകളൊക്കെ കൃത്യമായി പഠിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് 20 മാർക്കും അതേപോലെ സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന മോഡ്യൂൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ മോഡ്യൂളാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഏറ്റവും കൂടുതൽ മാർക്കുള്ള മോഡ്യൂളാണ്. ഇത് 22 മാർക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം സെമി കണ്ടക്ടർ പറഞ്ഞാൽ ഡയോഡ്സ്, ഡയോഡിൻ്റെ ടൈപ്പുകൾ, ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ, അതുപോലെ തന്നെ ഡയോഡ് ബന്ധപ്പെട്ട ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻ, റെക്ടിഫയേഴ്സും ഫിൽറ്റേഴ്സും ഒക്കെയാണ് ആദ്യത്തെ ഒരു സെക്ഷൻ പറഞ്ഞിട്ട്. ഡയോഡ് ഒരു സെക്ഷനായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ട്രാൻസിസ്റ്റർ എന്ന ഏരിയ പ്രത്യേകം പഠിക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ നിങ്ങൾക്കറിയാം ബേസിക് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷന്, നമ്മളുടെ VA ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലത്തെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, കപ്പാസിറ്റൻസ് എന്നീ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. ട്രാൻസിസ്റ്ററിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പഠിക്കുക. ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സിനകത്ത് SCR, UJT, BJT, അതുപോലെ ഡയാക്ക്, ട്രയാക്ക് എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അതാണ് അടുത്ത വെയിറ്റേജ് ഉള്ള ഏരിയ. ദെൻ അടുത്ത ഏരിയ വരുന്നത് നമ്മുടെ ആംപ്ലിഫയറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്, ഈ 2 ഭാഗങ്ങളാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ദെൻ കുറച്ച് ഭാഗങ്ങൾ ക്ലിപ്പേഴ്സും ക്ലാമ്പേഴ്സും പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ നോക്കുക. ദെൻ ഓപ്പാമ്പിൻ്റെ ബേസിക്സും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക്സിൻ്റെ കാര്യങ്ങൾ നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമുക്കറിയാമല്ലോ, ബേസിക് ആയിട്ട് നമ്മൾ ഗേറ്റുകൾ ആദ്യം ചോദിക്കും. അത് ഗേറ്റുകൾ ബന്ധപ്പെട്ട നമ്പർ കോഡ്സുകൾ ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഉണ്ട്, അതിൻ്റെ ചോദ്യങ്ങൾ. ദെൻ സീക്വൻസ് സർക്യൂട്ട്, അതായത് രജിസ്റ്റേഴ്സും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സും ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ബേസിക്സ് മുതൽ പഠിക്കുന്നത് അത് അതേപോലെ പഠിച്ചു പോവുക. അതിന് നിങ്ങൾക്ക് 15 മാർക്കാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ബ്ലോക്കുകൾ, അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന MS വേർഡ്, MS Excel, അങ്ങനത്തെ വർക്ക്ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള ബേസിക് ആയുള്ള ചോദ്യങ്ങൾ. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, LAN, WAN തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു മോഡ്യൂള്. 5 മാർക്കാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന മോഡ്യൂൾ 6 ആണ്. മോഡ്യൂൾ 6-നകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിന് 5 മാർക്ക് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്, വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ഫ്യൂസസ്, അതുപോലെ തന്നെ ഫ്യൂസ് ബേസസ്, മെറ്റീരിയൽസ് എന്നീ കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഏരിയയിലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും സിങ്ക്രണസ് മോട്ടോറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത മോഡ്യൂൾ, അടുത്ത വെയിറ്റേജ് വരുന്ന ഒരു വലിയ മോഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ്. അവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് AM, FM, PM എന്നീ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ബേസിക്സും അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽസ് ഒക്കെ പഠിക്കുക. അപ്പം അത് വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ, ഏതൊക്കെ സ്കൈ വേവ്, ഗ്രൗണ്ട് വേവ്, സ്പേസ് വേവിൻ്റെ ടൈപ്പുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കുക. ദെൻ ഫൈബർ ഓപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്റ്റിക്കൽ ഫൈബേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മോഡുലേഷൻ, അനലോഗും ഡിജിറ്റൽ മോഡുലേഷനും
നല്ലപോലെ പഠിക്കുക. അതായത് അനലോഗ് മോഡുലേഷൻ, ഡിജിറ്റൽ മോഡുലേഷൻ, കമ്മ്യൂണിക്കേഷൻ ബേസിക്സ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്നീ കാര്യങ്ങളൊന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ സാധിക്കും. എളുപ്പമുള്ള ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന മൈക്രോകൺട്രോളറാണ്. മൈക്രോകൺട്രോളർ നമുക്കറിയാം, മൈക്രോ പ്രോസസ്സേഴ്സിനെ പറ്റി നമുക്ക് ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. മൈക്രോ പ്രോസസ്സറിന് ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 8051 കാര്യങ്ങളാണ് പറഞ്ഞത്. മൈക്രോകൺട്രോളറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൈക്രോകൺട്രോളർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവുക. 8051 ആർക്കിടെക്ചറും ബസ് സിസ്റ്റംസ് ഒക്കെ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ കോൺഫിഗറേഷൻസ്, ഇന്റർഫേസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ നോക്കുക. 9ാമത്തെ മോഡ്യൂൾ പറയുന്നത് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. വളരെ ബേസിക് ആയുള്ള ഇൻസ്ട്രുമെന്റേഷൻസ് ആണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, സെൻസേഴ്സിനെ പറ്റിയിട്ടും ട്രാൻസ്ഡ്യൂസറിനെ പറ്റിയിട്ടുള്ള ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് തെർമിസ്റ്റർ, തെർമോകപ്പിള്, സ്ട്രെയിൻ ഗേജ്, ലോഡ് സെല്ല് എന്നീ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ഐഡിയ, എന്തൊക്കെയാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. ലാസ്റ്റ് മോഡ്യൂൾ 10ാമത്തെ മോഡ്യൂൾ വരുന്നത് SMPSനെ പറ്റിയിട്ടാണ്. എന്താണ് SMPS, എന്താണ് UPS, എന്താണ് ഇൻവെർട്ടർ, അതുപോലെ സോളാർ സെൽ എന്താണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 5 മാർക്കാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ബേസിക്കലി ഈ സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഇലക്ട്രോ മെക്കാനിക്സ് നിമീൻ്റെ ബുക്ക്, ITIക്കുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിമീൻ്റെ ബുക്ക്. ആ നിമീൻ്റെ ബുക്ക് വെച്ചിട്ട് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിലബസ് അതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ട് വെച്ച് നിങ്ങളുടെ തിയറി പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഈ തിയറി പോർഷൻസ് പഠിച്ച ശേഷം നല്ല ഗൈഡുകളോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സുകളോ ഉപയോഗിച്ച് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമുള്ള സിലബസ് ആണ്. നിങ്ങൾക്ക് ഈ ബേസിക്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഡിപ്ലോമ കഴിഞ്ഞവരും ബിടെക് കഴിഞ്ഞവരും ഒക്കെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിമി ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങളും സിലബസും കാര്യങ്ങളും അത്ര ഡെപ്തിൽ പഠിക്കണം എന്ന കാര്യങ്ങളൊക്കെ വൃത്തിയിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും വൃത്തിയിൽ നല്ലപോലെ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. എല്ലാ ടോപ്പിക്സിനും പ്രത്യേകം വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ തന്നെ എക്സാം വളരെ വേഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പം ഈ ചാനലിലെ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നല്ലപോലെ ഉഷാറാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.